മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് തന്നെയാണ് പോകുന്നത്. ശബരിമലയിലെ സ്വർണ്ണ വിവാദവുമായി ബന്ധപ്പെട്ട ശബരിമലയിലെ സ്വർണം വിറ്റത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് എന്ന തരത്തിലുള്ള ഒരു വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസ് മടക്കി നൽകിയ 476 ഗ്രാം സ്വർണമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി വിറ്റു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുന്നുണ്ട്. ബിനോയ്, ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിലെ സ്വർണ്ണമോഷണവുമായി ബന്ധപ്പെട്ട സ്മാർട്ട് ക്രിയേഷൻസ് മടക്കി നൽകിയ 476 ഗ്രാം സ്വർണം വിറ്റു എന്നൊരു വാർത്ത തന്നെയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എന്താണ് കൂടുതൽ വിവരങ്ങൾ? 19 ചെമ്പ് പാളികൾ സ്വർണം പൂശുന്നതിന് വേണ്ടി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഏൽപ്പിക്കുന്നത്. ആ ചെമ്പ് പാളികൾ സ്വർണം പൂശുന്നതിന് വേണ്ടി നൽകിയ സ്വർണത്തിൽ നിന്ന് സ്വർണം പൂശിയതിനു ശേഷം ബാക്കി വന്ന 476 ഗ്രാം സ്വർണം അന്ന് ചെന്നൈ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന സ്മാർട്ട് ക്രിയേഷൻസ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് മടക്കി നൽകിയിരുന്നു. പക്ഷേ ആ സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മടക്കി നൽകുകയോ ശബരിമലയിൽ ഏൽപ്പിക്കുകയോ ചെയ്തില്ല. പകരം ആ 476 ഗ്രാം സ്വർണവും അന്നത്തെ വിപണി വിലയ്ക്ക് വിറ്റു എന്നുള്ളതാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. ബെല്ലാരി സ്വദേശിയായ ഗോവർദ്ധൻ എന്ന് പറയുന്ന സ്വർണ്ണ വ്യാപാരിക്കാണ് ആ സ്വർണം വിറ്റിരിക്കുന്നത്. സ്വർണം കണ്ടെത്താൻ വേണ്ടിയുള്ള നീക്കം SITയുടെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായിട്ട് ഇന്ന് രാവിലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി മറ്റ് സംസ്ഥാനങ്ങൾ അന്വേഷണത്തിന്റെ ഭാഗമായി പ്രത്യേക അന്വേഷണ സംഘം യാത്ര തിരിച്ചു കഴിഞ്ഞിരിക്കുന്നു. 2 ദിവസമാണ് ബംഗളൂരിലും ചെന്നൈയിലുമായി തങ്ങി ഈ സ്വർണം കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള നീക്കം നടത്തുക. ഒപ്പം ഈ ബെല്ലാരി സ്വദേശിയായ ഗോവർദ്ധനെ കാണും. ഗോവർദ്ധന്റെ നിന്ന് സ്വർണം മടക്കി വാങ്ങിക്കാനുള്ള നീക്കങ്ങളും നടത്തും. എന്തായാലും വലിയ തരത്തിലുള്ള ഒരു സ്വർണ്ണ കൊള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയിരിക്കുന്നു എന്നുള്ളതിന്റെ വ്യക്തമായ വിവരവും തെളിവും പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. ആ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ബെല്ലാരിയിലേക്കും ഒപ്പം ചെന്നൈയിലേക്കും കൊണ്ടുപോകുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ഒരു പ്രധാനപ്പെട്ട വിവരം തന്നെയാണ് പുറത്തേക്ക് വരുന്നത്. ഇതുവരെ സ്വർണം കളവ് പോയി എന്ന് മാത്രമാണ് പറഞ്ഞിരുന്നതെങ്കിൽ ആ കളവ് പോയതല്ല. ആ സ്വർണം സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്നും തിരിച്ചു കിട്ടിയ സ്വർണം 476 ഗ്രാം സ്വർണം അത് ബെല്ലാരി സ്വദേശിയായ ഒരു ഗോവർദ്ധൻ, അയാൾ സ്വർണ്ണ വ്യാപാരിയാണ്, സ്വർണ്ണ വ്യാപാരിക്ക് വിറ്റിരിക്കുന്നു വിപണി വിലയ്ക്ക് എന്നുള്ള വിവരങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. വലിയ തരത്തിലുള്ള സ്വർണ്ണക്കൊള്ളയുടെ രേഖകളും വിവരങ്ങളും ഇപ്പോൾ പുറത്തു വരുന്നു. അന്വേഷണ സംഘം ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ചെന്നൈയിലേക്കും ബംഗളൂരിലേക്കുമുള്ള യാത്രയും പുറപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. ബിനോയ്, അതുപോലെ തന്നെ ഈ സ്വർണ്ണമോഷണവുമായി ബന്ധപ്പെട്ട അന്വേഷണം തുടരുകയാണ്. അത് ഏറ്റവും ശരിയായ ദിശയിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കൂടുതൽ തെളിവുകൾ ലഭ്യമാകുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണം വിറ്റു എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ ഉടൻ തന്നെ ബാംഗ്ലൂരിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞിരിക്കുകയാണ് അന്വേഷണ സംഘം. ഇനി അവിടെ ചെന്ന് ഈ വിറ്റ ബെല്ലാരി സ്വദേശിയായ ഗോവർദ്ധന്റെ അടക്കം മൊഴി രേഖപ്പെടുത്തേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ ബാംഗ്ലൂരിലേക്ക് പോയി അതിന് തന്നെയല്ലേ അന്വേഷണ സംഘം ശ്രമിക്കുക? ഇതിൽ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ കളവ് നടത്തിയ സ്വർണം വാങ്ങുന്നതും കുറ്റമാണ്. അപ്പോൾ ഗോവർദ്ധനെയും കക്ഷി ചേർക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാകില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ബാംഗ്ലൂരും ചെന്നൈയിൽ ചില സ്ഥലങ്ങളിലൊക്കെ തന്നെ ഈ ദ്വാരപാലക ശില്പത്തിന്റെ സ്വർണ്ണ പാളികൾ ദർശനത്തിന് വെച്ച് പൈസ വാങ്ങിയതായിട്ടുള്ള ഒരു വലിയ ആരോപണമുണ്ടായിരുന്നു. ആ ആരോപണത്തിന്റെ അടിസ്ഥാനത്തിൽ എവിടെയൊക്കെയാണ് ഈ സ്വർണ്ണ പാളികൾ ദർശനത്തിനായി വെച്ച് പൈസ പിരിച്ചതെന്ന് കണ്ടെത്തണം. ആ സ്ഥലങ്ങളിൽ ആരൊക്കെ പൈസ നൽകിയെന്ന് കണ്ടെത്തണം, സ്വർണം നൽകിയെന്ന് കണ്ടെത്തണം. ഇത്തരത്തിൽ ഒരു വലിയ നീക്കം എന്തായാലും പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ മുന്നിൽ ഉണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് ദിവസം, ഒരു 3-4 ദിവസമെങ്കിലും ഈ ഇതര സംസ്ഥാനങ്ങളിലെ തെളിവെടുപ്പിനായി വേണ്ടിവരും. അതാണ് 14 ദിവസം അന്ന് കോടതിയിൽ ചോദിച്ച് മേടിച്ചത്. അതുപോലെ തന്നെ ഈ മുരാരി ബാബുവിന് സ്വർണം വിറ്റതുമായി പങ്കുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിന്റെ തെളിവുകളൊന്നും ഇതുവരെയായും പുറത്തേക്ക് വിട്ടിട്ടില്ല. പ്രത്യേകിച്ചും ഈ ഇത്തരത്തിൽ ഒരു കേസ് നടക്കുമ്പോൾ ഈ കളവ് പോയ സ്വർണം കണ്ടെത്തിയതിനു ശേഷം ആ സ്വർണം വാങ്ങിയ ആളുടെ ഈ സ്വർണം കണ്ടെത്തണം. എത്ര രൂപയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നൽകിയതെന്ന് കണ്ടെത്തണം. അത്തരം വലിയ തരത്തിലുള്ള നീക്കങ്ങൾ അല്ലെങ്കിൽ അന്വേഷണ സംഘത്തിന് മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു വ്യക്തമായ തെളിവെടുപ്പിനും കാര്യങ്ങൾക്കുമൊക്കെ ആയിട്ടാണ് ഇപ്പോൾ ബംഗളൂരിലേക്കും ചെന്നൈയിലേക്കും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊണ്ടുപോയിരിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ സ്മാർട്ട് ക്രിയേഷൻസിലാണ് ആദ്യമായി
ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണം പൂശുന്നതിന് വേണ്ടി ചെമ്പ് തകിടുകൾ എത്തിച്ചതെന്ന് പറയുന്നു. അവിടുത്തെ സിഇഒയെ അതായത് പങ്കജ് ഭണ്ഡാരിയെ നേരത്തെ തന്നെ ചോദ്യം ചെയ്തിരുന്നു. പങ്കജ് ഭണ്ഡാരി പറഞ്ഞതനുസരിച്ച് സ്വർണം മടക്കി നൽകി എന്നുള്ള വിവരം അന്ന് തന്നെ കിട്ടിയിരുന്നു. പക്ഷേ ആ സ്വർണം എവിടെ പോയി എന്നുള്ള കാര്യത്തിലായിരുന്നു ഒരു വ്യക്തത വരാതിരുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വലിയ തരത്തിൽ കൂടുതൽ പ്രാവശ്യം ചോദ്യം ചെയ്തപ്പോഴാണ് ഈ 476 ഗ്രാം ഏകദേശം 1/2 കിലോയോളം വരുന്ന സ്വർണം ഇത്തരത്തിൽ വിൽപ്പന നടത്തിയിരിക്കുന്ന വിവരം കണ്ടെത്തിയിരിക്കുന്നത്. വലിയ തരത്തിലുള്ള ഒരു കൊള്ള ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയ സ്വർണം വഴി നടത്തിയിരിക്കുന്നു. ഇതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പങ്ക് വളരെ വലുതാണ്. ഒപ്പം ചെന്നൈയിലും ബാംഗ്ലൂരിലുമുള്ള മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്നുള്ള കാര്യത്തിലൊക്കെ തന്നെ പ്രത്യേക അന്വേഷണ സംഘത്തിന് അന്വേഷണം നടത്തേണ്ടതായിട്ടുണ്ട്. കാർത്തു. ശരി, ശബരിമല സ്വർണ്ണ വിവാദത്തിൽ അന്വേഷണ സംഘത്തിന്റെ നീക്കം ശരിയായ ദിശയിൽ തന്നെയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണം വിറ്റു എന്ന് കണ്ടെത്തിയിരിക്കുകയാണ് അന്വേഷണ സംഘം. ബെല്ലാരി സ്വദേശിയായ ഗോവർദ്ധനാണ് ഇത്തരത്തിൽ സ്വർണം വിറ്റിരിക്കുന്നത്. സ്വർണം പൂശിയതിനു ശേഷം ബാക്കി വന്ന സ്വർണമായ 476 ഗ്രാം സ്വർണമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ബെല്ലാരിയിലുള്ള ഗോവർദ്ധന വിറ്റു എന്ന തരത്തിൽ വാർത്ത അപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. സ്വർണ്ണമോഷണം നടന്നിരിക്കുന്നു. ആ സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റി ബെല്ലാരിയിൽ വിറ്റിരിക്കുന്നു. അതിന്റെ തെളിവെടുപ്പിനായി ഇപ്പോൾ അന്വേഷണ സംഘം ബംഗളൂരിലേക്ക് തിരിച്ചിരിക്കുകയാണ്. ഇനി ഗോവർദ്ധനെ തെളിവെടുപ്പിനായാണ് കൊണ്ടുപോയിരിക്കുന്നത്. ഇനി അന്വേഷണ സംഘം അതിനായുള്ള സ്വർണം കണ്ടെത്താനുള്ള നടപടിയാണ് ആരംഭിച്ചിരിക്കുന്നത്. ഇനി ഗോവർദ്ധന്റെ മൊഴി രേഖപ്പെടുത്തേണ്ടതുണ്ട്. കേസിൽ ഇയാളെയും കക്ഷി ചേർക്കുമോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടതുണ്ട്. ബാംഗ്ലൂരിൽ പോയി തെളിവെടുപ്പ് നടത്തിയതിനു ശേഷമായിരിക്കും ഈ ഒരു കാര്യത്തിൽ അടക്കം വ്യക്തത വരികയുള്ളൂ. നിലവിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി SIT ബാംഗ്ലൂരിലേക്ക് പുറപ്പെട്ടിരിക്കുകയാണ്. ഡി ബിനോയാണ് വിവരങ്ങൾ നൽകിയത്.